നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയുടെ പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ബാഴ്സ പ്രീ സീസൺ നടത്തുന്നത്. ചില വമ്പൻ മത്സരങ്ങൾ കളിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ എതിരാളികൾ. ബാഴ്സയുടെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ക്ലബ്ബ് കളിക്കുന്ന ആദ്യത്തെ മത്സരം കൂടിയായിരിക്കും ഇത്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സലോണ ഇപ്പോൾ സജീവമായി നിലകൊള്ളുന്നുണ്ട്. പ്രധാനമായും രണ്ട് താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നിക്കോ വില്യംസ്, ഡാനി ഓൽമോ എന്നിവരെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ബാഴ്സയുള്ളത്. ഇവർക്ക് വേണ്ടി ആകെ 120 മില്യൺ യൂറോയെങ്കിലും ബാഴ്സലോണ ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചില താരങ്ങളെ കൈവിടാൻ ഇപ്പോൾ ബാഴ്സ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു താരം ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയാണ്. പക്ഷെ റാഫീഞ്ഞയ്ക്ക് ബാഴ്സ വിട്ട് പുറത്തു പോകാൻ ഇപ്പോൾ താല്പര്യമൊന്നുമില്ല. എന്നാൽ മികച്ച ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാം എന്ന ഒരു തീരുമാനത്തിലാണ് ബാഴ്സയുള്ളത്. അത്തരത്തിലുള്ള ഒരു ഓഫർ ഇപ്പോൾ ബാഴ്സക്ക് ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നാണ് 65 മില്യൺ യൂറോയുടെ ഓഫർ ബാഴ്സലോണക്ക് ലഭിച്ചിട്ടുള്ളത്. സൗദിയിലെ ഏത് ക്ലബ്ബാണ് താരത്തിന് വേണ്ടി ഈ ഒരു ഓഫർ ബാഴ്സക്ക് നൽകിയത് എന്നത് വ്യക്തമല്ല. നേരത്തെ ഈ ബ്രസീലിയൻ താരത്തിൽ അൽ ഹിലാൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിനും ഈ ഒരു ബ്രസീലിയൻ താരത്തിൽ ഇപ്പോൾ താല്പര്യമുണ്ട്. പക്ഷേ സൗദി അറേബ്യൻ ക്ലബ്ബ് മുടക്കാൻ തയ്യാറായ ആ തുക അഥവാ 65 മില്യൺ യൂറോ മുടക്കാനൊന്നും ആഴ്സണൽ തയ്യാറായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ എഡു ഗാസ്പറിന് താല്പര്യമുള്ള താരമാണ് റാഫീഞ്ഞ. പക്ഷേ ഈ ബ്രസീലിയൻ താരം സൗദി അറേബ്യയിലേക്ക് പോകുന്നതാണ് ഒരർത്ഥത്തിൽ FC ബാഴ്സലോണക്ക് ഗുണകരമാവുക. അതുവഴി വലിയൊരു ട്രാൻസ്ഫർ തുക തന്നെ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.